ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് പ്ലീറ്റഡ് കപ്പ് സ്ലീവാണ് ഞാൻ സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്ന് നോക്കാം. അതിനായിട്ട് ഞാൻ ലൈനിങ് എടുത്തിട്ടുണ്ട്. നമ്മളിപ്പോൾ പേപ്പറിൽ പാറ്റേൺ കട്ട് ചെയ്യുന്നതിനെക്കാട്ടി നല്ലത് ലൈനിങ്ങിൽ കട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ സ്ലീവിൻ്റെ ലെങ്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ സ്ലീവിൻ്റെ ലെങ്ത് പ്ലസ് തയ്യൽ തുമ്പ് 12 മാർക്ക് ചെയ്യുന്നുണ്ട്. സ്ലീവിൻ്റെ ലെങ്ത് 11 ആണ്. ഇനി അപ്പുറ സൈഡിലും അതേപോലെ തന്നെ 12 മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇനി നമ്മൾ നോക്കേണ്ടത് ആം ലെങ്ത് എത്രയാണെന്ന്, അതായത് കൈക്കുഴിയുടെ ലെങ്ത്. ഇവിടെ 7 എനിക്ക് ഈ ഡ്രസ്സിന് വേണ്ട കൈക്കുഴിയുടെ ലെങ്ത്. അതിൻ്റെ ഹാഫ് 3.5, അതിൻ്റെ ഹാഫ് 1.25 പ്ലസ് 1 ഇഞ്ച് തയ്യൽ തുമ്പ്. ഇങ്ങനെയാണ് ഞാൻ കൈക്കുഴിയുടെ അവിടെയുള്ള ലെങ്ത് കണ്ടുപിടിക്കുന്നത്. ഇതല്ലാതെയും സാധാരണ നമ്മുടെ ചെസ്റ്റ് റൗണ്ട് എത്രയാണോ അതിനെ 12 കൊണ്ട് ഭാഗിക്കാറുണ്ട്. അതായത് ചെസ്റ്റ് റൗണ്ട് 38 ആണെങ്കിൽ 38/12. അപ്പോൾ നമുക്ക് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ രണ്ടും ഒരുപോലെയല്ല, ഏകദേശമൊക്കെ ചെറിയൊരു വ്യത്യാസം വരും. എന്നാലും നമ്മൾ എളുപ്പത്തിൽ കണ്ടുപിടിക്കാനായിട്ട് ഈ ഒരു അളവാണ് നല്ലത്. ഞാൻ ഇതുപോലെയാണ് ചെയ്യുന്നത്. ഇതുപോലെ ചെയ്താലും ഒരു പ്രശ്നവും വരില്ല. അപ്പോൾ നമ്മുടെ ആം ലെങ്ത് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ ഞാൻ 7 മാർക്ക് ചെയ്യുന്നുണ്ട്. കണ്ടോ? ഇനി അവിടെ നിന്ന് അതിൻ്റെ ഹാഫ് അതിൻ്റെ കൂടെ പ്ലസ് 1 ഇഞ്ച് കൂടെ ആഡ് ചെയ്യണം. അപ്പോൾ നമുക്കിവിടെയുള്ളൊരു ലെങ്ത് കിട്ടും. അപ്പോൾ ഇവിടെ എനിക്ക് 2.25 കിട്ടിയിരിക്കുന്നത്. ഇത് 34 ചെസ്റ്റ് അളവുള്ള ഒരു കുട്ടിക്ക് തയ്ക്കുന്നതാണ്. അപ്പോൾ അതിൻ്റെ ആം ലെങ്ത് 7. ഇനി നമ്മൾ കർവ് ചെയ്ത് വരയ്ക്കണം. അപ്പോൾ കർവ് ചെയ്ത് വരയ്ക്കുന്ന ആം ലെങ്ത് നിന്നും അതിൻ്റെ മിഡ് പോയിൻ്റ് മാർക്ക് ചെയ്തിട്ടാണ് ഇതേപോലെ കർവ് സ്കെയിൽ ഉപയോഗിച്ചും വരയ്ക്കാം, അല്ലാതെ റഫായിട്ടും വരയ്ക്കാം. കണ്ടോ? ഇവിടെയാണ്, ഈ ഒരു പോർഷനിലാണ് പൊന്തി നിൽക്കുന്നത്. ഈ ഒരു ഭാഗത്ത് താഴ്ത്തിയാണ് വരയ്ക്കേണ്ടത്. അപ്പോൾ ഞാൻ സാധാരണ റഫായിട്ടാണ് വരയ്ക്കാറുള്ളത്. അപ്പോൾ വീഡിയോയിലായതുകൊണ്ടാണ് ഇതേപോലെ കാണിച്ചു തരുന്നത്. കുറച്ചുകൂടി നല്ലത് നമ്മൾ റഫായിട്ട് മാർക്ക് ചെയ്യുന്നത് തന്നെയാണ്. ചിലപ്പോൾ ആം ഹോൾ കർവ് ഉപയോഗിക്കാൻ അറിഞ്ഞിടാത്തവർ ചിലപ്പോൾ ഇത് വെക്കുമ്പോൾ ഒന്ന് മാറിപ്പോകുമ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് വരുമ്പോൾ ചിലപ്പോൾ സ്ലീവിൻ്റെ ആ ഒരു ഷേപ്പ് കറക്റ്റായിട്ട് വരില്ല. അതുകൊണ്ട് റഫായിട്ട് വരയ്ക്കുന്നത് തന്നെയാണ് നല്ലത്. ആം ലെങ്ത് നമുക്കിവിടെ 7 വേണ്ടത് ഈ ഒരു ഡ്രസ്സിന്. അപ്പോൾ കറക്റ്റ് ആം ലെങ്ത് 7 ഉണ്ടോ എന്ന് ഇതേപോലെ ടേപ്പ് ഉപയോഗിച്ച് അളന്ന് നോക്കണം. അപ്പോൾ നിങ്ങളുടെ ഓരോ അളവിനും ഓരോ ആം ലെങ്ത് ആയിരിക്കും. കണ്ടോ? ഇതിപ്പോൾ കറക്റ്റ് 7 തന്നെ വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് കറക്റ്റാണ്. ഇനി സ്ലീവിൻ്റെ എൻഡിൽ വിഡ്ത്ത് എത്രയാണോ വേണ്ടത് അതൊന്ന് മാർക്ക് ചെയ്യണം. ഇവിടെ ഞാൻ 5 മാർക്ക് ചെയ്യുന്നുണ്ട്. ഇനി ഈ ഒരു പോയിൻറ്റും ഇതും കൂടി ജോയിൻ്റ് ചെയ്ത് ഒരു ലൈൻ ചെയ്ത് കൊടുക്കാം. കണ്ടോ? ആ ലൈനും ഒരു ചെറിയൊരു ഷേപ്പിലാണ് വരയ്ക്കേണ്ടത്. അതിനും ഷേപ്പ് സ്കെയിലൊക്കെ ഉണ്ട്. ഞാനതും റഫായിട്ട് തന്നെയാണ് വരയ്ക്കുന്നത്. കണ്ടോ? ഇതേപോലെ നമ്മുടെ ആ മുട്ടിൻ്റെ അവിടെ വന്നിട്ടൊരു ചെറിയൊരു വളവില്ലേ, ആ ഒരു ഷേപ്പിലാണ് സ്ലീവ് വരച്ചു പോവേണ്ടത്. ഇനി ഫ്രണ്ട് കൈക്കുഴി ഒന്ന് കുഴിച്ച് മാർക്ക് ചെയ്യണം. അതിനൊരു 4 ഇഞ്ചാണ് കുഴിച്ച് മാർക്ക് ചെയ്യേണ്ടത്. നമ്മൾ ആം ഹോൾ ലെങ്ത് 7, അതിൻ്റെ പകുതി 3.5 എടുത്തിട്ടുണ്ട്. ആ 3.5 നിന്നാണ് ഇതേപോലെ ഒരു 4 ഇഞ്ച് കുഴിച്ച് മാർക്ക് ചെയ്യേണ്ടത്. നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ചിലർക്ക് വരുന്നൊരു പ്രശ്നമാണ്, ഈ മുകളിൽ സ്ലീവിൻ്റെ അവിടെ വന്നിട്ട് പൊന്തി നിൽക്കും. അപ്പോൾ അത് ഇതേപോലെ കട്ട് ചെയ്യുന്നെങ്കിലാണ് അവിടെ പൊന്തി നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് അവിടെ ഇതേപോലെ റൗണ്ട് ചെയ്തൊന്ന് കട്ട് ചെയ്തെടുക്കണം. ഇനി നമുക്ക് വേണ്ട തയ്യൽ തുമ്പ് എത്രയാണോ അതൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം. ഞാനിവിടെ 2 ഇഞ്ച് ഇട്ടിട്ടുണ്ട്. ഇനി മാർക്ക് ചെയ്ത് അത് കറക്റ്റ് സ്ലീവ് കട്ട് ചെയ്തെടുക്കണം. ഈ ഒരു ഭാഗത്ത് വന്നിട്ട് ഇതേപോലെ വേണം, ആ വരച്ച അതേ ഷേപ്പിൽ തന്നെ വേണം കട്ട് ചെയ്തെടുക്കാനായിട്ട്. കണ്ടോ? ഇനി സ്ലീവ് നിവർത്തി ഇട്ടിട്ട് ആ ഫ്രണ്ട് കൈക്കുഴിയുടെ അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് അതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. ഇതിപ്പോൾ ലൈനിങ് ആയതുകൊണ്ടാണ് രണ്ടും ഒരേപോലെ കട്ട് ചെയ്യുന്നത്. ഇല്ലെങ്കിൽ നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് കട്ട് ചെയ്യേണ്ടത്. ആദ്യം ലൈനിങ്ങിലാണ് സ്ലീവ് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇനി നമുക്ക് മെയിൻ ക്ലോത്തിലാണ് കട്ട് ചെയ്യേണ്ടത്. ഇതാണ് പഫിനായിട്ട് വേണ്ട മെറ്റീരിയൽ. കണ്ടോ? ഇത് ഇത്രയും വീതി ഇതിനുണ്ട്. ഇത് 2ആയിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ ഇതിൻ്റെ ഒരു സൈഡിൽ 19.5 കിട്ടുന്നത്. 2ആയിട്ട് ഫോൾഡ് ചെയ്തിടുമ്പോൾ ഫുൾ റൗണ്ട് 39 വേണ്ടത്. അപ്പോൾ പഫിന് ഒരു സ്ലീവിന് ഫുൾ റൗണ്ട് 39. ലെങ്ത് 7 എടുക്കുന്നുണ്ട്. ഇതിൻ്റെ ലെങ്ത് 6 മതി. തയ്യൽ തുമ്പും കൂടിയാണ് 7 എടുക്കുന്നത്. ഇനി ഇത് പട്ടയുടെ ലെങ്ത് 5 മതി. തയ്യൽ തുമ്പ് ഉൾപ്പെടെയാണ് 6 എടുക്കുന്നത്. സ്ലീവിന് വേണ്ട ഫുൾ ലെങ്ത് 11. ഇനി പഫിന് പ്ലീറ്റ് എടുക്കാനായിട്ട് 2ആയിട്ട് ഫോൾഡ് ചെയ്തിട്ട് മെറ്റീരിയലിൻ്റെ എൻഡിലേക്ക് ലൈനിങ് പീസ് ഇതേപോലെ വെച്ചിട്ട് വേണം മാർക്ക് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇവിടെ ഇതേപോലെ മാർക്ക് ചെയ്യരുത്. മാർക്ക് ചെയ്യാതെ നമ്മുടെ ആം ലെങ്ത് 7 എടുത്തിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ പകുതി 3.5. ആ 3.5 വരെ വേണം നമുക്ക് പ്ലീറ്റ് വന്ന് നിൽക്കേണ്ടത്. കേട്ടോ? നമ്മുടെ ആം ലെങ്ത് എത്രയാണോ അതിൻ്റെ പകുതി പോർഷൻ വരെ മതി പ്ലീറ്റ്. എന്നാലേ ആ പ്ലീറ്റ് എടുക്കുമ്പോൾ നമ്മൾ സ്ലീവ് ഇടുമ്പോൾ അത്രയും ഒരു ഭംഗിയുണ്ടാവും. ഇനി ഇത് കറക്റ്റ് ഒന്ന് മാർക്ക് ചെയ്തിട്ട് 2 സൈഡിലും ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കണം. അതുവരെയാണ് 2 അറ്റത്തും നമുക്ക് പ്ലീറ്റ് ഇട്ടെടുക്കേണ്ടത്. ഇതേപോലെ 2 കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നിവർത്തി ഇട്ടതിന് ശേഷം നമുക്ക് പ്ലീറ്റ് എടുത്ത് കൊടുക്കാം.
ഇതേപോലെ നല്ല കുഞ്ഞു കുഞ്ഞായിട്ട് കുറച്ച് നല്ല അകത്തേക്ക് വെച്ചിട്ട് വേണം പ്ലീറ്റ് എടുക്കാൻ. അകത്തേക്ക് വെച്ചില്ലെങ്കിൽ നമുക്കത് കറക്റ്റ് അയൺ ചെയ്തെടുക്കാൻ പറ്റത്തില്ല. പ്ലീറ്റ് ഒരു പിരുന്നത് പോലെ ഇരിക്കും. ഇനി മറുവശത്തും അതേ രീതിയിൽ നമ്മൾ മുകളിൽ ഏത് രീതിയിലാണോ പ്ലീറ്റ് എടുത്തത് അതേ രീതിയിൽ തന്നെ പ്ലീറ്റ് വെച്ച് കൊടുക്കാം. ഇപ്പോൾ പഫ് സ്ലീവ് തന്നെ ഒരു 3-4 തരത്തിൽ ചെയ്യാൻ പറ്റും. ഈ പോകുന്ന പ്ലീറ്റ് നമ്മൾ ഈ താഴത്തെ കണ്ടോ, മുകളിൽ വലത്തോട്ടും താഴത്തെ ഇടത്തോട്ടും വെച്ചാൽ പഫ് കുറച്ച് പൊന്തി നിൽക്കും. അപ്പോൾ ഇത് ഒതുങ്ങി നിൽക്കുന്ന ടൈപ്പാണ്. അതുകൊണ്ടാണ് പ്ലീറ്റ് രണ്ടും ഒരേ സൈഡിലേക്ക് തന്നെ എടുക്കുന്നത്. പ്ലേറ്റ് ഇട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് താഴത്തെ പട്ട ജോയിൻറ്റ് ചെയ്തെടുക്കണം. പട്ട ജോയിൻറ്റ് ചെയ്തെടുക്കാനായിട്ട് നല്ല വശവും ചേർത്ത് വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത്. പട്ട കൂടി ജോയിൻറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. രണ്ടും കൂടി ജോയിൻറ്റ് ചെയ്തെടുത്തതിന് ശേഷമാണ് നമ്മൾ ലൈനിങ് ഇതിലേക്ക് അറ്റാച്ച് ചെയ്യേണ്ടത്. ഇനി നേരത്തെ കട്ട് ചെയ്തെടുത്ത ലൈനിങ് ഇതേപോലെ വെച്ചിട്ട് സ്ലീവിൻ്റെ എൻഡ് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇതേപോലെ താഴത്തേക്ക് കറക്റ്റ് 1/4 ഇഞ്ച് വീതിയിൽ സ്റ്റിച്ച് ചെയ്തെടുക്കാം. 1/4 ഇഞ്ച് വീതിയോ 1/2 ഇഞ്ച് വീതിയിലോ സ്റ്റിച്ച് ചെയ്തെടുക്കാം. നമ്മൾ എത്രയാണോ തയ്യൽ തുമ്പ് ഇട്ടത് അതനുസരിച്ച് സ്റ്റിച്ച് ചെയ്തെടുക്കണം. ഇനി ഇതേപോലെ താഴത്തേക്ക് വെച്ചിട്ട് പുറത്തുകൂടി ഒന്ന് പതിച്ച് അടിച്ചു കൊടുക്കണം. ഇതേപോലെ 1/4 ഇഞ്ച് വീതിക്ക് ഒരു സ്റ്റിച്ച് കൂടി ഇട്ട് കൊടുക്കണം. അതാകുമ്പോൾ നമുക്ക് ഹെമ്മിങ് ചെയ്തെടുക്കേണ്ടി വരില്ല. ഇനി ഇതേപോലെ അകത്തേക്ക് മറിച്ചിട്ടതിന് ശേഷം 4 സൈഡും റൗണ്ട് ചെയ്തൊന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കണം. ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, നമ്മൾ പേപ്പറിൽ കട്ട് ചെയ്ത് സമയം കളയേണ്ട ആവശ്യമില്ല. അതേപോലെ ലൈനിങ്ങിൽ തന്നെ കട്ട് ചെയ്തെടുക്കുമ്പോൾ നമുക്ക് ഒരുപാട് സമയം എടുക്കേണ്ടതായിട്ട് വരില്ല. ലൈനിങ് നമ്മൾ കറക്റ്റ് അളവിനാണല്ലോ കട്ട് ചെയ്തെടുത്തത്. അപ്പോൾ ആ ഒരു അളവിൽ തന്നെ നമുക്കിത് കറക്റ്റ് കട്ട് ചെയ്തെടുക്കണം. സ്ലീവ് നന്നായിട്ട് തന്നെ പ്ലീറ്റ് ഇട്ട് കിട്ടിയിട്ടുണ്ട്. ഇതിപ്പോൾ അയൺ ചെയ്ത് പോലെ എടുത്തിട്ടില്ല, നന്നായിട്ട് തന്നെ കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ആം ലെങ്ത് നോക്കുന്നത് എങ്ങനെയാണെന്ന് കൂടി കാണിച്ചു തരാം. ഇതിപ്പോൾ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ആം ലെങ്ത് നോക്കുന്നത് നമ്മുടെ ഷോൾഡറിൽ നിന്നാണ് ആം ലെങ്ത് നോക്കേണ്ടത്. ഇതേപോലെ ടേപ്പ് വെച്ചതിന് ശേഷമാണ് നമ്മൾ ഇതേപോലെ റൗണ്ട് ചെയ്ത് ആം ലെങ്ത് നോക്കണം. ഇതിൻ്റെ ആം ലെങ്ത് ഇപ്പോൾ 7 എടുത്തിട്ടുള്ളത്. ഇതേപോലെ മാർക്ക് ചെയ്ത് ഇനി എൻഡിൽ കൂടി മാർക്ക് ചെയ്തിട്ട് വേണം അവിടെ നിന്ന് ഷേപ്പ് ചെയ്ത് വരച്ചു കൊടുക്കാനായിട്ട്. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഉപകാരപ്പെട്ടെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫ്രണ്ട്സ്.